നമസ്കാരം. സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം കമ്പനിയായ BSNL ഇന്ത്യയിൽ ഏറ്റവും ലാഭകരമായ റീചാർജ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയാണ് എന്ന് ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇക്കാര്യം അറിയാതിരുന്ന പലരും ഈ വർഷം ജൂലൈക്ക് ശേഷം അത് ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. കാരണം ജൂലൈയിലാണ് സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധന നടപ്പിലാക്കിയത്. അതോടെ വാലിഡിറ്റി നിലനിർത്താനുള്ള ഏറ്റവും കുറഞ്ഞ റീചാർജ് പ്ലാനിന് പോലും സ്വകാര്യ കമ്പനികളുടെ വരിക്കാർ കുറഞ്ഞത് 200 രൂപയ്ക്ക് അടുത്ത് ചെലവഴിക്കേണ്ട സ്ഥിതിയായി. സ്വകാര്യ കമ്പനികൾ നിരക്ക് കൂട്ടിയപ്പോൾ കുറഞ്ഞ വിലയിൽ റീചാർജ് പ്ലാനുകൾ അന്വേഷിച്ച പലരും BSNL പ്രീപെയ്ഡ് പ്ലാനുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ചും കുറഞ്ഞ നിരക്കിൽ ടെലികോം ആവശ്യങ്ങൾ നിറവേറ്റാമെന്ന് കണക്കുകൂട്ടിയും നിരവധി പേർ പുതുതായി BSNLിലേക്ക് എത്തിയിട്ടുണ്ട്. ജൂലൈ മുതൽ ഇങ്ങോട്ട് 4 മാസത്തെ കണക്കെടുത്താൽ തുടർച്ചയായി പുതിയ വരിക്കാരെ സ്വന്തമാക്കാൻ കഴിഞ്ഞ ഏക ടെലികോം കമ്പനി BSNL ആണെന്ന് കാണാൻ സാധിക്കും. അതിലാദ്യമായി 3 മാസവും, അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ BSNLന് മാത്രമാണ് പുതിയ വരിക്കാരെ തുടർച്ചയായി കിട്ടിയത്. ഏറ്റവും ഒടുവിൽ വന്ന ഒക്ടോബറിലെ കണക്ക് പ്രകാരം എയർടെലിനും പുതിയ വരിക്കാരെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ജിയോയ്ക്കും VIക്കും വരിക്കാർ കൊഴിഞ്ഞു പോകുന്നത് തുടരുകയാണ്. ആളുകളെ ആകർഷിക്കുന്നതിൽ BSNLന്റെ ചീപ്പ് റേറ്റിലുള്ള പ്രീപെയ്ഡ് പ്ലാനുകൾ വലിയ പങ്ക് വഹിക്കാറുണ്ട്. എന്നാൽ ഈ പ്ലാനുകൾ മികച്ചതാണെങ്കിലും അല്പം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ കാശ് നഷ്ടം വന്നേക്കാം. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്നാണ് പഴമൊഴി. ചില പ്ലാനുകളുടെ കാര്യത്തിൽ BSNLും അതുപോലെയാണ്. കുറഞ്ഞ നിരക്കിൽ എത്തുന്ന ചില BSNL പ്ലാനുകൾ അനാവശ്യമായതായിരിക്കാം, എങ്കിലും മറ്റു ചിലർക്ക് അവ ആവശ്യമായത് ആണ് താനും. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പ്ലാൻ തിരഞ്ഞെടുക്കും മുമ്പ് ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. 1 മാസത്തെ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളിംഗ്, ദിവസം 2 GB ഡാറ്റ, ദിവസം 100 SMS എന്നീ ആനുകൂല്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാള് BSNL പ്ലാൻ പരിശോധിച്ചാൽ ചിലപ്പോൾ ആദ്യം കാണുക 215 രൂപയുടെ ഒരു പ്ലാൻ ആയിരിക്കും. എന്നാൽ അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഇതേ ആനുകൂല്യങ്ങൾ BSNL വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതറിയാതെ 215ന്റെ പ്ലാൻ ചെയ്യുന്നത് നഷ്ടമാണ്. ചെറിയ തുക മാത്രമേ നഷ്ടം വരുന്നുള്ളൂ എങ്കിലും നഷ്ടം തന്നെയാണ്. 199 രൂപയുടെ പ്ലാനും 215 രൂപയുടെ പ്ലാനും എങ്ങനെയാണ് ഒരേ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതെന്ന് ചിലർക്ക് തോന്നാം. ഈ 2 പ്ലാനുകളുടെയും പ്രധാന ആനുകൂല്യങ്ങൾ മാത്രമേ ഒരുപോലെയുള്ളൂ. 199 രൂപയുടെ പ്ലാനിൽ അധിക ആനുകൂല്യങ്ങളൊന്നുമില്ല. എന്നാൽ 215 രൂപയുടെ പ്ലാനിൽ ചില അധിക ആനുകൂല്യങ്ങളുണ്ട്. അതിനാലാണ് അല്പം നിരക്ക് കൂടുതലുള്ളത്. 215 രൂപയുടെ BSNL പ്ലാനിൽ ലഭിക്കുന്ന അധിക ആനുകൂല്യങ്ങൾ നോക്കാം. BSNL ട്യൂൺസ്, ഹാർഡി ഗെയിംസ്, ചലഞ്ചസ് അരീന ഗെയിംസ്, ആസ്ട്രോടെൽ ആൻഡ് ഗെയിം ഓൺ സർവീസസ്, ഗെയിമിയം, ലിസ്റ്റിൻ പോഡ്കാസ്റ്റ് സർവീസ്, സിംഗ് മ്യൂസിക്, വാവ് എന്റർടൈൻമെന്റ്സ് എന്നിവ പ്രധാന ആനുകൂല്യങ്ങൾക്ക് പുറമെ ഈ പ്ലാനിൽ ലഭിക്കുന്നുണ്ട്. ഈ അധിക ആനുകൂല്യങ്ങൾ മാറ്റി നിർത്തിയാൽ 215 രൂപ, 199 രൂപ BSNL പ്രീപെയ്ഡ് പ്ലാനുകളുടെ വാലിഡിറ്റി, ഡാറ്റ, കോളിംഗ്, SMS ആനുകൂല്യങ്ങൾ ഒന്ന് തന്നെയാണ്. അതിനാൽ പ്രധാന ആനുകൂല്യങ്ങൾ വേണ്ടവർക്ക് അനുയോജ്യം 199 രൂപയുടെ പ്ലാനാണ്. 215 രൂപയുടെ പ്ലാനിലെ ഏതെങ്കിലും അധിക ആനുകൂല്യം ആസ്വദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം 215 രൂപ പ്ലാന് തിരഞ്ഞെടുത്താൽ മതിയാകും.